അബ്ദുൽ മജീദ് രണ്ടത്താണിക്കാരനാണ്. അദ്ദേഹം മലപ്പുറം ഡിസ്ട്രിക്റ്റ് അഗ്രികൾച്ചർ ഓഫീസറാണ്. ഭാര്യ പീന ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അപ്പോൾ അവരെ നമുക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അവരെ ഈ മീറ്റിങ്ങിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതായിട്ട് വന്നത്. എനിക്ക് ഹമീദ് സാറുമായിട്ടുള്ള ബന്ധം നിങ്ങളും ഹമീദ് സാറും ഇപ്പം എങ്ങനെയാണോ ബന്ധം അതുപോലെയാണ്. എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് സാറ്. ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്കിവിടെ നിന്ന് എൻ്റെ മക്കളെയാണ് ഓർമ്മ വന്നത്. ഇതുപോലത്തെ 4 പെൺകുട്ടികൾ ഞങ്ങൾക്കുണ്ട്. നമ്മളിങ്ങനെ വളരെ അപ്രതീക്ഷിതമായി ആകസ്മികമായി ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനൊരു അവസരം കിട്ടി. വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും ചിരിക്കുന്ന ആകാംക്ഷയുള്ള മുഖങ്ങളിലേക്ക് നോക്കുമ്പം നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനിയിപ്പോൾ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മളിവിടെയൊക്കെ അവിടെയൊക്കെ അടച്ചു, റോഡ് അടച്ചു, അതടച്ചു, ആകെ പ്രശ്നം. എല്ലാവരും ഐസൊലേറ്റഡ് ആയപ്പോഴും എല്ലാവരും എങ്ങോട്ടാണ് ഓടിയത്? കുറച്ച് സ്വർണം വാങ്ങിച്ചാക്കെന്ന് വെച്ചിട്ട് ജ്വല്ലറിയിലേക്ക് ഓടിയില്ല, ആരും ഫർണിച്ചർ ഷോപ്പിലേക്ക് ഓടിയില്ല, നമ്മൾ മൊബൈൽ വാങ്ങിക്കാനൊന്നും ഓടിയില്ലല്ലോ, ടെക്സ്റ്റൈൽസിലേക്ക് കുറച്ച് നല്ല സറാറെ നല്ല സിൽക്ക് സാരി വാങ്ങിക്കാനൊന്നും ഓടിയില്ലല്ലോ. എങ്ങോട്ടാണ് ഓടി? എല്ലാവരും ഓടിയത് നമ്മുടെ പ്രദേശത്തെ പലചരക്ക് കടയിലേക്ക് ഓടി. എന്നിട്ട് കടയിലേക്ക് ഓടി, ഇനി വണ്ടിയൊന്നും വരത്തില്ല, എല്ലായിടും അടച്ചു, ഇനി ലോറി സാധനങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ എല്ലാവരും മാക്സിമം സാധനങ്ങൾ ഭക്ഷണ സാധനമായിരുന്നു പ്രൊക്യൂർ ചെയ്തത് അല്ലേ. എല്ലാവരും വീട്ടിൽ പോയി, ഇവിടെ 5 കിലോ അരിയായിട്ട് വീട്ടിൽ ചെന്ന ആളോട് ഭാര്യ ചോദിച്ചു, എന്തപ്പോൾ 5 കിലോ എത്ര ദിവസമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതെന്ന് ചോദിച്ചെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാരണം കറണ്ടും ഇല്ലല്ലോ, വെള്ളപ്പൊക്കം വന്നപ്പം കംപ്ലീറ്റ് ഇതായി. അപ്പോൾ എല്ലാം ഡൈനിങ് ടേബിൾ നിരത്തി പച്ചക്കറിയും അരി സാധനങ്ങളും വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ സംഭരിച്ചു വെച്ചത്. നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ സംഭരിക്കാൻ പോയത് അതാണ്. അപ്പോൾ ഭക്ഷണത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും കണ്ടുപിടിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടി വെയിലും മഴയും മഞ്ഞും രാവും പകലും ഒന്നും ഇല്ലാതെ എവിടേക്കോ ആരൊക്കെയോ അധ്വാനിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത്. നമ്മൾക്ക് പൈസ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് വേണമെങ്കിൽ കൃഷി ചെയ്യുക തന്നെ വേണം. ആഞ്ഞു പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക, നല്ല ഉത്സാഹത്തോടെ പഠിക്കുക, നല്ല ബോൾഡായിരിക്കുക. ഏത് മേഖലയിലാണോ എത്തിപ്പെടുന്നത് ആ മേഖലയിൽ ശോഭിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളുടെ ഓരോ മുഖവും മുഖത്തെ ഭാവവും അത് വിളിച്ചോതുന്നുണ്ട്. എല്ലാവരും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, മിടുക്കികളാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.